ചട്ടഞ്ചാൽ ഇതേ ഡിസംബർ മാസത്തിന്റെ അവസാനത്തില് ആരാ 100ാം വാർഷികം ആഘോഷിക്കുന്നത്? 89 സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു ന്യൂനപക്ഷം. അവര് വന്നിട്ട് കളവ് പറയുന്നതിന് മുന്നേ ചട്ടഞ്ചാലിന്റെ മണ്ണിൽ കാസർഗോഡ് ജില്ലയിലെ സമസ്തന്റെ തറവാട് മുറ്റമാണ് MIC എന്ന് പറയുന്നത്. ആ MICയുടെ തിരുമുറ്റത്ത് സമസ്തയുടെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പുണ്യം ചെയ്ത കരങ്ങളാൽ സ്ഥാപിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആധികാരിക പണ്ഡിത സഭയുടെ ഇന്നത്തെ കാലത്തെ സമാദരണീയനായ നേതാവാണ് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങള്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. വന്യരായ സയ്യിദുൽ ഉലമ തന്നെയാണ് MICയുടെ പ്രസിഡന്റ് എന്നത് ഏറെ ആവേശം പകരുന്ന ഒരു കാര്യമാണ്. MICയുടെ പ്രസിഡന്റ് ആ സയ്യിദുൽ ഉലമ അടക്കമുള്ള നേതാക്കള് സമസ്തയുടെ 100 വർഷത്തെ പിന്നിട്ട വഴിത്താരങ്ങളെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു വേദി കൂടിയാണ് MICയുടെ സമ്മേളനം എന്ന് പറയുന്നത്. അവര് വന്നിട്ട് പറയാൻ പോകുന്ന കള്ളങ്ങള്, ആ കള്ളങ്ങളുടെ വിദണ്ഡമായ വിഘടനവാദങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെ MICയുടെ മണ്ണിൽ ആധികാരികമായിട്ട് നമ്മുടെ നേതാക്കൾ പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. 1989 അനിഷ്ടകരമായ സംഭവങ്ങള് നമ്മൾ നോക്കണം. ഈ 100ാം വാർഷികം പ്രഖ്യാപനം അവർ നടത്തുമ്പോ എന്നെ പോലുള്ള നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ ബേജാറുണ്ട്. എന്താ കാരണം? ഐക്യത്തിന്റെ, സംയമനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ സാധ്യതയെ നമ്മുടെ നേതാക്കള് സജീവമാക്കി നിർത്തുന്ന ഒരു നേരമാണ്. എങ്ങനെയെങ്കിലും സുന്നി സമൂഹം ഐക്യപ്പെട്ടു പോകണമെന്ന് വളരെയേറെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ഉന്നത നേതൃത്വം അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഐക്യത്തിന്റെ സാധ്യതകൾക്ക് തുരങ്കം വെക്കാനും സമാധാനത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ വഴികളെ ഇല്ലാതാക്കാനുമുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാവാം ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടാവുക. ഏതായിരുന്നാലും MICയെ സംബന്ധിച്ച് ആ സാദിയ നഷ്ടപ്പെട്ട സന്ദർഭം ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. അന്നൊരു നിയമ പോരാട്ടം നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സാദിയ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. അന്ന് CM ഉസ്താദ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്, ആര് നടത്തിയാലും അള്ളാന്റെ ദീനാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. നമ്മൾ നിയമപരമായിട്ട് പോയാൽ ഒരുപക്ഷെ സ്ഥാപനം അടച്ചിടുന്ന സന്ദർഭം വരും. നമുക്കത് വേണ്ട. അള്ളാന്റെ ദീന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനം നമ്മൾ പ്രതീക്ഷയോടുകൂടെ തുടങ്ങിയത്, അതായിട്ട് നമ്മളായിട്ട് ഇടപെടാൻ പാടില്ല. ആ സംയമനത്തിന്റെ വഴി സ്വീകരിച്ചപ്പോ അള്ളാഹു നൽകിയ സമ്മാനമാണ് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്.